ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 8ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ സ്ക്വയർ ഐഡന്റിറ്റീസിലെ പേജ് നമ്പർ 45-ലെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കാൽക്കുലേറ്റ് ദ സ്ക്വയേഴ്സ് ഓഫ് സം ഓഡ് നമ്പേഴ്സ് ആൻഡ് ചെക്ക് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. എക്സ്പ്ലെയിൻ വൈ ദേ ആർ ട്രൂ. അതിൽ ഒന്നാമത്തെ നമുക്ക് ആദ്യം ചെയ്യാം. ദ സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ഈസ് ഓഡ്. ഇവിടെ നമുക്കറിയാം ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യയാണ്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എടുക്കാം. 5, 7, 9 മൂന്നെണ്ണം എടുത്തു. ഏതെങ്കിലും ഒരു ഓഡ് നമ്പറിന്റെ സ്ക്വയർ കാണുക. സ്ക്വയർ അതും ഒരു ഓഡ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ 5ന്റെ സ്ക്വയർ നമുക്കറിയാം, അത് എത്രയാണ്? 25 ആണ്. 7ന്റെ സ്ക്വയർ 49 ആണ്. 9ന്റെ സ്ക്വയർ 81 ആണ്. ഇതെല്ലാം ഓഡ് നമ്പേഴ്സ് തന്നെയാണല്ലോ. അപ്പോൾ ഈ ചെറിയ എക്സാമ്പിളുകളിൽ അത് ട്രൂ ആണ്. പക്ഷെ നമുക്ക് ഏത് നമ്പർ എടുത്താലും, എനി ഓഡ് നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഏത് ഓഡ് നമ്പർ എടുത്താലും ഇത് ശരിയാകണം. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു ഓഡ് നമ്പറിന്റെ ഓൾജിബ്രൈക് ഫോം എഴുതണം. ഓൾജിബ്രൈക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം. ഓൾജിബ്രൈക് ഫോം ഓഫ് ആൻ ഓഡ് നമ്പർ എങ്ങനെ എഴുതാം? നമുക്ക് ഈവൻ നമ്പറിനെ എങ്ങനെയാണ് എഴുതുന്നത്? 2 ടൈംസ് n, 2n ആണ്. അപ്പോൾ അതിനേക്കാളിലും ഒന്ന് കൂടുതൽ നോക്കിക്കേ, 2n + 1 എന്ന് എഴുതാവോ? എന്നിന് ഏതൊക്കെ വാല്യൂസ് ഇട്ട് കൊടുക്കാം? എന്നിന് 0 ഇടുമ്പോൾ എന്ത് വരും? 0 × 2 0, 0 + 1 1. 1 ഓഡ് നമ്പർ ആണല്ലോ. എന്നിന് 1 ഇട്ട് കൊടുക്കുമ്പോഴോ 2 × 1 2, 2 + 1 3, 3 ഓഡ് നമ്പർ ആണല്ലോ. ഇനി എന്നിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ 2 2s are 4 + 1 5 കിട്ടും. അപ്പോൾ എന്നിന്റെ വാല്യൂ 0 1 2 3 എക്സെട്ര ആണല്ലോ. ഇനി ഇതിപ്പോ ഓഡ് നമ്പറിന്റെ ഒറ്റ സംഖ്യയുടെ ബീജഗണിത രൂപം. ഇനി അതിന്റെ സ്ക്വയർ കാണണം. സ്ക്വയർ എന്ന് പറയുമ്പോൾ 2n + 1 ഹോൾ സ്ക്വയർ കാണുക. x + y ഹോൾ സ്ക്വയർ ഫോമിലാണല്ലോ. അപ്പോൾ ആദ്യത്തെ ടേം 2n ആണ്. 2nന്റെ സ്ക്വയർ പ്ലസ് 2 ടൈംസ് ഫസ്റ്റ് ടേം ആയ 2n ഇൻറ്റു സെക്കൻഡ് ടേം പ്ലസ് 1 സ്ക്വയർ. ഇനി 2 സ്ക്വയർ എത്രയാണ്? 4 ആണ്. 4n² എന്ന് എഴുതാം. പ്ലസ് 2 2s are 4, 4 × 1 4 തന്നെ, പ്ലസ് 4n എന്ന് എഴുതാം, പ്ലസ് 1 എന്ന് എഴുതാം. ഇനി ഇതൊരു ഓഡ് നമ്പർ ആണോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? നമ്മുടെ ഓൾജിബ്രൈക് ഫോം, ഒരു ഓഡ് നമ്പറിന്റെ ഓൾജിബ്രൈക് ഫോം എന്താ? 2n + 1. അതായത് എന്താ? മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്. 2n എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 2. അതിൻ്റെ കൂടെ 1 കൂട്ടുക. മൾട്ടിപ്പിൾ ഓഫ് 2ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴാണ് അത് ഓഡ് നമ്പറിന്റെ ഫോമാറ്റിലാണ്. അപ്പൊ ഇതിനെയും ആ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ നോക്കുക. +1 ഇവിടെയുണ്ട്, ആ +1 ഇവിടെയും ഉണ്ടല്ലോ. പിന്നെ ഇതിനെ മൾട്ടിപ്പിൾ ഓഫ് 2 ആക്കാമല്ലോ. കാരണം 4 എന്ന് പറയുന്നത് രണ്ടിടത്തും ഉണ്ട്, രണ്ടും മൾട്ടിപ്പിൾ ഓഫ് 2 ആണ്. ഇപ്പൊ 2 × 2n² എന്ന് എഴുതാം. 2 × 2 4, 4n² പ്ലസ് 2n. 2 × 2 4n പ്ലസ് 1 എന്ന് എഴുതാമല്ലോ. അപ്പൊ ഇതിനെ എന്ത് എഴുതാം? മൾട്ടിപ്പിൾ ഓഫ് 2 2ന്റെ ഗുണിതം പ്ലസ് 1 എന്ന് എഴുതാമല്ലോ. അപ്പൊ ഇതും ഓഡ് നമ്പറിന്റെ ഫോമാറ്റിലായല്ലോ. അപ്പൊ ഇത് ഒരു ഓഡ് നമ്പറിന്റെ സ്ക്വയർ എടുത്താലും അതും ഒരു ഓഡ് നമ്പർ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ആദ്യത്തെ പാർട്ട് പ്രൂവ് ചെയ്തല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ട് നോക്കാം. രണ്ടാമത്തെ പാർട്ട് ഇതാണ്: ദ സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഹരിക്കുമ്പം ശിഷ്ടം 1 വരണം. നമ്മൾ നേരത്തെ കണ്ടു ഓൾജിബ്രൈക് ഫോം അഥവാ ബീജഗണിത രൂപം ഒരു ഓഡ് നമ്പറിന്റെ എന്താണ്? 2n + 1. എന്നിന്റെ വരെ എന്തൊക്കെ വന്നു? 0 1 2 3 എക്സെട്ര. നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ. ഇനി സ്ക്വയർ ഓഫ് ആൻ ഓഡ് നമ്പർ, ഒറ്റ സംഖ്യയുടെ വർഗം കാണണം. വർഗം എന്ന് പറയുമ്പോൾ 2n + 1ന്റെ ഹോൾ സ്ക്വയർ. ഇപ്പൊ 2n² പ്ലസ് 2 × 2n × 1 നേരത്തെ ചെയ്ത പോലെ തന്നെ, പ്ലസ് 1². അപ്പൊ എന്ത് വന്നു? 4n² പ്ലസ് 4n + 1 എന്ന് വന്നു. ഇത് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 വരണം. നമുക്ക് ഇതിനകത്ത് 4 കോമൺ ആണല്ലോ ആദ്യത്തെ 2 ടേംസിൽ. അപ്പൊ 4 × n² പ്ലസ് n എന്ന് എഴുതാം, പ്ലസ് 1. അപ്പൊ ഇതെന്തായി? 4 മൾട്ടിപ്പിൾ ഓഫ് 4 പ്ലസ് 1 എന്ന് എഴുതാമല്ലോ. മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറയുമ്പോൾ ഹരിക്കുമ്പോൾ
ശിഷ്ടമൊന്നും വരരുത്. പക്ഷെ +1 കൂടെ ഉള്ളതുകൊണ്ട് മിച്ചം 1 വന്നു, റിമൈൻഡർ 1 വന്നു. അപ്പോൾ ആ പാർട്ടും പ്രൂവ് ചെയ്തല്ലോ. ഇനി അടുത്ത മൂന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ദ സ്ക്വയർ ഓഫ് എനി ഓഡ് നമ്പർ ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 8 ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഓൾജിബ്രൈക് ഫോം ഓഫ് ഓഡ് നമ്പർ എന്ന് പറയുന്നത് 2n + 1 ആണ്. ഇനി അതിന്റെ സ്ക്വയർ അഥവാ വർഗം കാണണം. അപ്പൊ 2n സ്ക്വയർ പ്ലസ് 2 × 2n × 1 പ്ലസ് 1 സ്ക്വയർ. നേരത്തെ ചെയ്ത പോലെ തന്നെ 4n സ്ക്വയർ പ്ലസ് 4n പ്ലസ് 1 എന്ന് പറഞ്ഞു. ഇത് നമുക്ക് വേണ്ടത് 8 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 വരണം. ഇവിടെ 4n കോമൺ ആണല്ലോ, എന്നിട്ട് n + 1 എന്ന് എഴുതാമല്ലോ. 4n × n ആണ് 4n സ്ക്വയർ, 4n × 1 ആണ് 4n പ്ലസ് 1 എന്ന് എഴുതാം. ഇനി n × n + 1 എന്താന്ന് നമുക്കൊന്ന് നോക്കാം. n × n + 1, എന്നിന്റെ വിലകൾ എന്തൊക്കെയാണ് തന്നത്? 2n + 1ൽ എന്നിന്റെ വിലകൾ എന്തൊക്കെയാണ് വരുന്നത്? 0, 1, 2, 3 എക്സെട്ര അല്ലെ. അപ്പൊ എന്നിന് 0 ഇട്ട് കൊടുക്കുമ്പം 0 × n നമ്പർ 0 ആണ്. ഇനി എന്നിന് 1 ഇട്ട് കൊടുക്കുമ്പം 1 × 1 + 1 എന്താ? 2. ആൻസർ എത്രയാണ്? 2 വന്നു. ഇനി എന്നിന് നമുക്ക് 2 ഇട്ട് കൊടുക്കാം. അപ്പൊ 2 × n + 1 എന്ന് പറയുമ്പോൾ 3. 2 3s are 6 വന്നു. ഇനി എന്നിന് 3 ഇട്ട് കൊടുക്കാം. 3 × 3 + 1 4. 3 4s are 12 വന്നു. ഇനി ഏത് വില വേണേലും ഇട്ട് കൊടുത്തോ. എന്നിന് 8 ഇട്ട് കൊടുത്തോ. 8 × 8 + 1 9, 72 വന്നു. ഇത് ഏതെടുത്ത് നോക്കിയാലും ഇത് ഈവൻ നമ്പർ അല്ലേ? ഈവൻ നമ്പർ അല്ലെങ്കിൽ ഇരട്ടസംഖ്യ അല്ലേ? ഇരട്ടസംഖ്യയെ നമുക്ക് എങ്ങനെ എഴുതാം? ഇരട്ടസംഖ്യയെ നമുക്ക് 2k എന്ന് എഴുതാമല്ലോ അല്ലേ? 2 × ഒരു നമ്പർ അങ്ങനെ എഴുതാവില്ല ഇരട്ടസംഖ്യ. അപ്പൊ ഈ n × n + 1 എന്നുള്ള ഇത്രയത്തിന് പകരം, അതായത് 4 അതുപോലെ തന്നെ n × n + 1 വരെ 2k എന്ന് എഴുതാം, +1 എന്ന് എഴുതാം. ഇനി 4 × 2 8 അല്ലേ? 8k + 1 എന്ന് എഴുതാമല്ലോ. 8 × n നമ്പർ എന്ന് പറഞ്ഞാൽ അത് മൾട്ടിപ്പിൾ ഓഫ് 8 അല്ലേ? മൾട്ടിപ്പിൾ ഓഫ് 8 + 1. അപ്പം 8 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം 0 വന്നാൽ മൾട്ടിപ്പിൾ ഓഫ് 8. പക്ഷെ അതിന്റെ കൂടെ ഒന്നും കൂടെ കൂട്ടാനുണ്ട്. അപ്പൊ ഇവിടെ എന്ത് വന്നു? റിമൈൻഡർ 1 വന്നു, അല്ലെങ്കിൽ മിച്ചം 1 വന്നു. അപ്പൊ ഇത് നമ്മൾ തെളിയിച്ചല്ലോ. ഇനി നമുക്ക് പേജ് നമ്പർ 45 രണ്ടാമത്തെ ചോദ്യം ചെയ്യാം. ചോദ്യം ഇതാണ്: കാൽക്കുലേറ്റ് ദ റിമൈൻഡേഴ്സ് ഓൺ ഡിവൈഡിംഗ് ദ സ്ക്വയേഴ്സ് ഓഫ് സം നാച്ചുറൽ നമ്പേഴ്സ് ബൈ 4. എക്സ്പ്ലെയിൻ വൈ ദ സ്റ്റേറ്റ്മെന്റ്സ് ബിലോ ആർ ട്രൂ. ഒന്നാമത്തെ ആദ്യം ചെയ്യാം. ദ സ്ക്വയർ ഓഫ് എനി നാച്ചുറൽ നമ്പർ ഡിവൈഡഡ് ബൈ 4 ലീവ്സ് റിമൈൻഡർ 0 or 1. നമുക്ക് ആദ്യം കുറച്ച് നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാം. നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന 1ലാണ്. 1 2 3 4 എണ്ണൽ സംഖ്യകളാണ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ. ഇനി അതിന്റെ സ്ക്വയർ എടുക്കുക. 1 സ്ക്വയർ എന്താ? 1 തന്നെ. 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16. ഇനി ഇതിനെ 4 കൊണ്ടാണ് ഹരിക്കേണ്ടത്. അപ്പൊ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 വന്നു. 4നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 0 വന്നു. 9നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 വന്നു. കാരണം 4 2s are 8 ആണ്. പിന്നെ 16നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 0 വന്നു. ഇത് ഏത് നമ്പർ എടുത്താലും ഇത് ശരിയാണോ നമുക്ക് നോക്കണം. ഇവിടെ ഏതൊരു നാച്ചുറൽ നമ്പറുമാണ് എടുക്കേണ്ടത്. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? എണ്ണൽ സംഖ്യകൾ അല്ലെ. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകൾ. ഇനി എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയുണ്ട്? ഇരട്ടസംഖ്യയുമാകാം, ഒറ്റസംഖ്യയുമാകാം അല്ലെ. അപ്പൊ ഇരട്ടസംഖ്യ ഒറ്റസംഖ്യയും ആകാം, ഈവൻ നമ്പരും ആകാം, ഓഡ് നമ്പരും ആകാം. ഇനി ഈവൻ നമ്പറിന്റെ ഓൾജിബ്രൈക് ഫോം എന്താണ്? 2n. ഓഡ് നമ്പറിന്റെ ഓൾജിബ്രൈക് ഫോം 2n + 1. നമുക്ക് അതിന്റെ സ്ക്വയർ അഥവാ വർഗം കാണണമല്ലോ. വർഗം കാണുമ്പോൾ 2n സ്ക്വയർ ആണ് അല്ലെ. 2n + 1ന്റെ സ്ക്വയർ. 2n സ്ക്വയർ എന്താണ്? 4n സ്ക്വയർ നമുക്ക് എഴുതാം. ഇവിടെ 2n + 1 സ്ക്വയർ ആണെങ്കിലോ 2n ഹോൾ സ്ക്വയർ പ്ലസ് 2 × 2n × 1 + 1 സ്ക്വയർ. അതായത് 4n സ്ക്വയർ പ്ലസ് 4n + 1 എന്ന് എഴുതാം. ഇനി 4n സ്ക്വയറിന്റെ അർത്ഥം എന്താ? മൾട്ടിപ്പിൾ ഓഫ് 4 അല്ലേ. മൾട്ടിപ്പിൾ ഓഫ് 4, 4ന്റെ ഗുണിതം. ഇവിടെ നമുക്ക്
ഈ ആദ്യത്തെ രണ്ടെണ്ണത്തിന് 4 പൊതുവായിട്ട് എടുക്കുക. അപ്പൊ n² പ്ലസ് n അകത്ത് വരും, +1. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? 4ന്റെ മൾട്ടിപ്പിൾ, 4ന്റെ ഗുണിതത്തിന്റെ കൂടെ 1 കൂട്ടുക അല്ലെ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 4 +1 എന്ന് എഴുതാമല്ലോ. അപ്പൊ ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, 4 കൊണ്ട് ഹരിക്കുമ്പം റിമൈൻഡർ എന്ത് വന്നു? 0 വന്നു. അപ്പൊ ഇവിടെ റിമൈൻഡർ അഥവാ മിച്ചം എത്ര വന്നു? 0 വന്നു. ഇവിടെ റിമൈൻഡർ എത്ര? മൾട്ടിപ്പിൾ ഓഫ് 4ന്റെ കൂടെ 1 കൂട്ടുക എന്ന് പറഞ്ഞാൽ റിമൈൻഡർ എത്ര ആണ്? 1 ആണ്. അപ്പൊ ഇത് മനസ്സിലായില്ലേ? നമുക്ക് എന്ത് എഴുതാം? ദ സ്ക്വയർ ഓഫ് എനി നാച്ചുറൽ നമ്പർ ഡിവൈഡ് ബൈ 4 ലീവ്സ് റിമൈൻഡർ 0 ഓർ 1 എന്ന് എഴുതാം. നമ്മുടെ രണ്ടാമത്തെ പാർട്ട് ഇതാണ് ചോദിച്ചിരിക്കുന്നത്. എനി നാച്ചുറൽ നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡർ 2 or 3 ഓൺ ഡിവിഷൻ ബൈ 4 ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇപ്പൊ പെർഫെക്റ്റ് സ്ക്വയർ ആയത് നേരത്തെ എന്തൊക്കെ? നാച്ചുറൽ നമ്പറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ, അതായത് നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ ഈവനും വരാം ഓടും വരാം അല്ലെ. ഓടിന്റെ ഫോം എന്താ? 2n + 1. അപ്പൊ ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ എങ്ങനെ വന്നു? മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് വന്നു അല്ലെ. മൾട്ടിപ്പിൾ ഓഫ് 4 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? റിമൈൻഡർ 0 ആണ് അല്ലെ. 2n + 1ന്റെ 2n സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ, അപ്പൊ 2n + 1 ഹോൾ സ്ക്വയറിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എന്താ വന്നത്? മൾട്ടിപ്പിൾ ഓഫ് 4 + 1 എന്ന് വന്നു. അതായത് എന്താ? റിമൈൻഡർ അവിടെ എത്രയാണ്? മിച്ചം എത്രയാണ്? 1 ആണ്. അപ്പൊ ഈ 2n സ്ക്വയറും 2n + 1 ഹോൾ സ്ക്വയർ ഇത് രണ്ടും പെർഫെക്റ്റ് സ്ക്വയേഴ്സാ അല്ലെ, പൂർണ്ണവർഗങ്ങളാ. പൂർണ്ണവർഗങ്ങളെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് 4 എന്നും മൾട്ടിപ്പിൾ ഓഫ് 4 + 1 എന്നും വന്നത്. അപ്പോൾ ഇവിടെ അതായത് റിമൈൻഡർ 0യും 1ഉം വന്നത്. ഇവിടെ റിമൈൻഡർ എത്രയൊക്കെയാണ് തന്നിരിക്കുന്നത്? 2ഉം 3ഉം ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ 2ഉം 3ഉം വന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതെന്തല്ല? പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അങ്ങനെ നമുക്ക് എഴുതാം. റിമൈൻഡർ 2 വരുന്ന കേസ് ആദ്യം നമുക്ക് നോക്കാം. റിമൈൻഡർ = 2. അതിന്റെ ജനറൽ ഫോം എന്ത് വരും? മൾട്ടിപ്പിൾ ഓഫ് 4 + 2. 4 കൊണ്ട് ഹരിക്കുമ്പോഴാണ് റിമൈൻഡർ 2. മൾട്ടിപ്പിൾ ഓഫ് 4 + 2 എന്ന് എഴുതാമല്ലോ. ഇനി റിമൈൻഡർ 3 വരുന്ന കേസോ? റിമൈൻഡർ 3 വരുന്ന കേസിൽ എങ്ങനെ എഴുതാം നമുക്ക്? മൾട്ടിപ്പിൾ ഓഫ് 4 + 3. ഇവിടെ റിമൈൻഡർ 2 ആണ്, രണ്ടാമത്തേല് റിമൈൻഡർ 3 ആണ്. പക്ഷെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആകണമെങ്കിൽ 2n സ്ക്വയറിനോ 2n + 1 ഹോൾ സ്ക്വയറിനോ വന്നാൽ റിമൈൻഡർ 0യോ 1ഓയോ വരത്തുള്ളൂ. അപ്പൊ ഇതെന്താ? ഇതിന് രണ്ടിനെ കൂടെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ഈസ് നോട്ട് ഓഫ് ദി ഫോം മൾട്ടിപ്പിൾ ഓഫ് 4 or multiple of 4 + 1. 4 + 1. So they are not perfect squares. അപ്പോൾ മനസ്സിലായല്ലോ. അടുത്ത ചോദ്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.